ഹായ് ഹലോ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രൈ പാനിൽ എങ്ങനെയാണ് നമ്മൾ പിസ്സ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നുള്ളത്. 2 കപ്പ് മൈദയ്ക്കുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളത്. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവനൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രൈ പാനിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാനിലോ മറ്റോ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് പൊങ്ങി വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ആ നേരത്ത് തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പിസ്സ സോസ് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസാണ്, അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് ക്യാപ്സിക്കം ആണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോസറല്ല ചീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് കുഞ്ഞു പീസാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പഴയ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ മാവ് ഇതുപോലെ കുറച്ച് പൊടി വിതറിയിട്ട് കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതിൽ പുരട്ടി കൊടുക്കുന്ന സോസും ഇതിൽ അടിയിലായിട്ട് കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാവ് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് പിസ്സയുടെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് ഇതിലേക്ക് മൊത്തത്തിലൊന്നിങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ കുറച്ച് വിതറി കൊടുത്താൽ മതി, ബാക്കി മേലെ ഇടാനുള്ളതാണ്. അപ്പോൾ ചീസ് നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കമാണ്. അത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ക്യാപ്സിക്കം വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവർ എടുത്ത് കളയുമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തത്. നമ്മൾ ചിക്കന് വലിയ പീസാക്കിയിട്ട് ചിക്കി ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന് ടേസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസ് ഫ്രൈ ചെയ്തിട്ട് ചിക്കി എടുത്താലും പ്രശ്നമില്ല. അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ചിക്കി എടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതിന് മുകളിലായിട്ട് മൊത്തത്തിൽ ചീസൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ്.
അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല അടപ്പ്, എന്താ പറയുക, കാറ്റൊന്നും പുറത്ത് വരാത്ത പോലത്തുള്ള ഒരു അടപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ ഒരു തവി ഉണ്ടായിരുന്നു പഴയ, അത് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ഇതും വെച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.